ഹലോ. നമസ്കാരം, കൊച്ചിൻ സ്പൈസിലേക്ക് സ്വാഗതം. ഞാൻ മീനാക്ഷി. ടേബിൾ ബുക്ക് ചെയ്യുകയാണോ അതോ ഫുഡ് ഓർഡർ ചെയ്യുകയാണോ വേണ്ടത്? ഫുഡ് ഓർഡർ ചെയ്യുകയാണ് വേണ്ടത്. നമുക്കിന്ന് നല്ല ഫ്രഷ് കരിമീൻ പൊള്ളിച്ചതുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പൈസി ആയ ബീഫ് റോസ്റ്റും ഉണ്ട്. ഇതിൽ എന്താണ് കഴിക്കാൻ താല്പര്യം? ഈ ബീഫ് റോസ്റ്റ് എങ്ങനെയാ ഉണ്ടാക്കിയേ? നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണോ? ബീഫ് റോസ്റ്റ് നല്ല നാടൻ രീതിയിൽ സ്ലോ കുക്ക് ചെയ്ത സ്പൈസി ഡിഷാണ്. തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പ്ലേറ്റ് എടുക്കട്ടെ? ഒരു പ്ലേറ്റ് എടുത്തോളൂ. ബീഫ് റോസ്റ്റിന്റെ കൂടെ കഴിക്കാൻ ചൂട് പൊറോട്ടയോ ചപ്പാത്തിയോ അതോ അപ്പമോ എടുക്കട്ടെ? പൊറോട്ട എടുത്തോളൂ. എങ്കിൽ 4 പൊറോട്ട എടുക്കാറുക. 4 വേണ്ട, 2 പൊറോട്ട മതി. 2 പൊറോട്ട മതി. കുടിക്കാനായി എന്തെങ്കിലും വേണമോ? ഫ്രഷ് ലൈം, ജ്യൂസ്, കോഫിയൊക്കെ ഉണ്ട്. ഒന്നും വേണ്ട. നമ്മുടെ കൊച്ചിൻ സ്പൈസിലെ സ്പെഷ്യൽ ഐറ്റമായ കുലുക്കി സർബത്ത് ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? ഓക്കെ, എന്നാ ഒരു കുലുക്കി സർബത്ത് എടുത്തോളൂ. ഫുഡ് എത്തിക്കേണ്ട അഡ്രസ്സും വിളിക്കാൻ ഒരു നമ്പറും പറയാമോ? അഡ്രസ്സ് ഗാൽടെക് ടെക്നോളജീസ്, ഇന്ദീവരം ബിൽഡിംഗ്, കൊരട്ടി ഇൻഫോ പാർക്ക്. നമ്പർ കൂടി പറയാമോ? നമ്പർ 12345678. ഓർഡർ ഞാനൊന്ന് കൺഫേം ചെയ്യട്ടെ. ബീഫ് റോസ്റ്റ് 1 പ്ലേറ്റ്, പൊറോട്ട 2 എണ്ണം, കുലുക്കി സർബത്ത് 1 എണ്ണം. ആകെ മൊത്തം 345 രൂപയാകും. പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ഫുഡ് ഒരു 30-45 മിനിറ്റിനുള്ളിൽ അവിടെ എത്തുന്നതാണ്. ഓർഡർ കൺഫേം അല്ലയോ? കൺഫേം ആണ്. കൊച്ചിൻ സ്പൈസിലെ വിളിച്ചതിന് നന്ദി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടത് ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു AI വോയിസ് ഏജൻ്റ് ആണ്. ഒരു റെസ്റ്റോറൻറ്റിലെ ഓർഡേഴ്സ് വരുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്ത് കസ്റ്റമറിന് വേണ്ട ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ എടുക്കുന്ന ഒരു AI വോയിസ് ഏജൻറ്റിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ജെമിനിയുടെ 3.0 മോഡൽ യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജെമിനിയിലുള്ള കോൺവെർസേഷണൽ AI എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു AI വോയിസ് ഏജൻറ്റിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി വൈബ് കോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു AI വോയിസ് ഏജന്റ് ആണ്. ജെമിനി 3.0 ഉള്ള 4 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നമ്മളെ ഈ ഒരു വോയിസ് ഏജന്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അതിന്റെ നേറ്റീവ് മൾട്ടി മൊഡാൽ ഓഡിയോ ആണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജെമിനി 3.0 നമ്മുടെ ശബ്ദം കേൾക്കുന്നത് നേരിട്ടാണ്. അതാണ് അതിന്റെ നേറ്റീവ് ഓഡിയോ ഫീച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശബ്ദത്തിലെ ടോണ്, അതുപോലെ സ്പീഡ് എന്നിവയൊക്കെ ഇതിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഏജന്റ് വെറും ഒരു റോബോട്ട് സംസാരിക്കുന്ന പോലെ അല്ലാതെ നമുക്കൊരു റിയൽ പേഴ്സണോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് മറുപടികൾ തരുന്നത്. രണ്ടാമത്തെ ഫീച്ചർ അൾട്രാ ലോ ലേറ്റൻസി ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഞാൻ ചോദ്യം ചോദിച്ച് 1 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മുടെ ഏജന്റ് നമുക്ക് റിപ്ലൈ തരുന്നുണ്ട്. പഴയ മോഡലുകളിലൊക്കെ 3 മുതൽ 4 സെക്കൻഡ് ഡിലേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കസ്റ്റമറെ നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ച് ഇരുത്തുന്നത്, അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടാൻ ഡിലേ ആവുന്നത് ഒട്ടും ഒരു നല്ല രീതിയല്ല. അതുകൊണ്ട് തന്നെ ഈ ജെമിനി 3.0യുടെ ലോ ലേറ്റൻസി ഫീച്ചറാണ് ഇവിടെ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ലോങ് കോണ്ടെക്സ്റ്റ് വിൻഡോ ആണ്. നമ്മുടെ മെനുവിൽ ഞാൻ കൊടുത്തത് കരിമീനും ബീഫും അപ്പവും ഒക്കെയാണ്. അപ്പോൾ ഈ ലിസ്റ്റ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വലുതാക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലെ മെനൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് എന്തുമായിക്കോട്ടെ, അതിൻ്റെ മെനൂസ് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ജെമിനി 3.0ക്ക് അത് ഓർത്ത് വെക്കാനായിട്ടൊക്കെയുള്ള ആ ഒരു ലോങ് കോണ്ടെക്സ്റ്റ് വിൻഡോ അതിനുണ്ട്. നാലാമതൊരു ഫീച്ചർ ലോങ് കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ വന്നിട്ട് എനിക്ക് സ്പൈസി ഫുഡാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെനുവിൽ നോക്കി
നോക്കിയിട്ട് സ്പൈസി ഫുഡ് ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഓക്കെ ബീഫ് റോസ്റ്റ് ആണ് എന്ന് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധിയും ഈ ഒരു ജെമിനി 3.0 മോഡലിൽ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു മോഡൽ നമുക്ക് ഇങ്ങനെയുള്ള വോയിസ് ഏജൻസിനെയൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് നല്ലൊരു മോഡലായിട്ട് മാറുന്നത്. മറ്റ് വോയിസ് ഏജൻറ്റുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ വേറൊരു പ്രത്യേകത മലയാളം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മലയാളം മാത്രമല്ല മറ്റ് ലാംഗ്വേജ്, കാരണം ജെമിനിയുടെ മോഡൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലാംഗ്വേജസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കി മോഡലുകളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ മലയാളം അങ്ങനെയുള്ള കുറേ ലോക്കൽ ലാംഗ്വേജസ് ഒന്നും അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാറില്ല. ഇംഗ്ലീഷ് എന്നുള്ളതായിരിക്കും കൂടുതലായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഗ്ലോബൽ ലാംഗ്വേജസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ബിസിനസ്സാണ് നിങ്ങളുടേതെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, വളരെ ഈസി ആയിട്ട് ജെമിനി 3 മോഡൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു വോയിസ് ഏജൻറ്റിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, AI സ്റ്റുഡിയോയിൽ വരിക. AI സ്റ്റുഡിയോയിൽ വന്നിട്ട് ബിൽഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ജെമിനി 3 പ്രോ പ്രിവ്യൂ മോഡലാണുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ജെമിനി 3യുടെ പ്രോ പ്രിവ്യൂ മോഡൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു AI വോയിസ് ഏജൻറ്റിനെ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ബിൽഡ് എന്ന് പറയുന്നത് റൺ ചെയ്യാം. അപ്പോൾ നമ്മൾ കോഡിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മളുടെ ഈ ഒരു ഏജൻറ്റിനെ ബിൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ അതുപോലെ നമ്മുടെ മെന്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാം. പ്രൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നോർമലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഈസിയാണ്. അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് വൈബ് കോഡ് ചെയ്ത് തന്നെ അതിൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കണം, അങ്ങനെ ചെയ്യാം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും ചില സെൻറ്റൻസസ് ഒക്കെ പറയുന്നത് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ജെമിനി ലൈവ് എന്ന് പറയുന്ന liveservice.ts ഫയലിൽ വരിക. എന്നിട്ട് ഇവിടെ നമുക്ക് സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ് കാണും. ഇതിൻ്റെ ഉള്ളിൽ റീഡ് ചെയ്ത് നോക്കിയിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ നേരത്തെ നമ്മൾ കണ്ടപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഹലോ, നമസ്കാരം, കൊച്ചിൻ സ്പൈസിലേക്ക് സ്വാഗതം. ഞാൻ മീനാക്ഷി. ടേബിൾ ബുക്ക് ചെയ്യുകയാണോ അതോ ഫുഡ് ഓർഡർ ചെയ്യുകയാണോ വേണ്ടത്? ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു വോയിസ് ഏജന്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ എൻഹാൻസ്മെന്റ്സ് ഇനി ചെയ്യാനായിട്ട് പറ്റും. ഒന്നെന്താണ്, വാട്സപ്പിലേക്ക് കസ്റ്റമറിന്റെ വാട്സപ്പിലേക്ക് ഒരു ഓർഡർ കൺഫർമേഷൻ പോകുന്നതോ അല്ലെങ്കിൽ പേയ്മെന്റ് സെൻഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് പോകുന്നത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മളിതൊരു ഓർഡർ എടുത്തു, ഈ ഓർഡറിനെ ഇപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന് ഒരു റെസ്റ്റോറൻറ്റ് മാനേജ്മെന്റ് സിസ്റ്റം പോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഓർഡർ നിങ്ങളുടെ കിച്ചണിലേക്ക് സെൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഒരു കസ്റ്റമർ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിലേക്ക് ഡേറ്റ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ ഇതിൻ്റെ ഒരു ആഡ് ഓൺ ആയിട്ട് അല്ലെങ്കിൽ അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. അത് ഓരോ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് റിക്വയർമെൻറ്റ്സോ അനുസരിച്ച് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ടും ഇതിൻ്റെ ഉള്ളിൽ പോസിബിൾ ആണ്. അതുപോലെ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ആണ് ചെയ്തതെങ്കിലും ഏതൊരു ഇൻഡസ്ട്രിക്ക് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും നിങ്ങളുടെ ഒരു കസ്റ്റമർ സപ്പോർട്ട് ഏജൻ്റ് ആയിട്ട് നമുക്കിതുപോലെയുള്ള വോയിസ് ഏജൻസിനെ ബിൽഡ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. നിങ്ങൾ സ്റ്റുഡൻസോ കോളേജിൽ പഠിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ജോബ് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇനി പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഇൻറ്റേൺഷിപ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളായിരിക്കണം നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. പഴയ രീതിയിലുള്ള ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇതുപോലെയുള്ള AI മോഡൽസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ജനറേറ്റീവ് AI ആപ്ലിക്കേഷൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. അതായിരിക്കണം നിങ്ങളുടെ റെസ്യൂമുകളിലൊക്കെ ഇനി നിങ്ങൾ ചെയ്ത വർക്ക്സ് ആയിട്ട് നിങ്ങൾ കാണിക്കേണ്ടത്. എന്നാലാണ് നിങ്ങളെ ഹയർ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റീസ് കൂടുള്ളൂ. കോഡിങ്ങിൻ്റെ രീതിയൊക്കെ ഇപ്പം തന്നെ മാറുകയാണ്. നമ്മളിപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് വൈബ് കോഡിങ് ചെയ്യുന്ന കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്.
വൈബ് കോഡിങ് എന്ന് ഞാൻ പറയുമ്പം ഒരിക്കലും കംപ്ലീറ്റ്ലി കോഡിങ് പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. കോഡിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ നിങ്ങൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. ഞാൻ പ്രോഗ്രാമിംഗ് ഫീൽഡിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ കോഡിങ്ങിൻ്റെ കൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ഒരു ഫംഗ്ഷൻ, എന്താണ് ഒരു ക്ലാസ്, ഒരു MVC ആർക്കിടെക്ചർ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകളാണ്. ഓക്കെ, പണ്ടാണെങ്കിലും നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നമ്മൾക്ക് സ്വിച്ച് ചെയ്യാമായിരുന്നു. കാരണം ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സിൻടാക്സ് ആണ്, പല ലാംഗ്വേജിനും പല സിൻടാക്സ് ആണ് എന്നുള്ള മെയിൻ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയിപ്പം അതും കൂടി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ നമുക്കിപ്പം വൈബ് കോഡ് ചെയ്ത് ഒരു പ്രോഗ്രാം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും. പക്ഷെ ഇത് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഇനി ചെയ്യാനായിട്ട് മാക്സിമം പഠിക്കുക. ലോജിക്കും പ്രോബ്ലം സോൾവിങ് സ്കിൽസുമാണ് നമ്മൾക്കിനി ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെയുള്ള പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ AI സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിലേക്കായിരിക്കും ഇനിയുള്ള കുറേ ഓപ്പണിങ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ChatGPTയും ജെമിനിയും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് അറിയായിരിക്കും. പക്ഷെ അത് ഉപയോഗിച്ച് ഒരു പ്രൊഡക്റ്റോ ഒരു ആപ്ലിക്കേഷനോ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു SaaS പ്രൊഡക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പറയുമ്പോൾ അതറിയാവുന്നവർ വളരെ ചുരുക്കം പേരാണുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഡെഫിനറ്റ്ലി ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്റ്റുഡൻസോ കോളേജ് സ്റ്റുഡൻസോ പാസ് ഔട്ട് ആയവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ പ്രൊജക്ട്സുകൾ ബിൽഡ് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്യൂമിൽ അങ്ങനത്തെ കാര്യങ്ങൾ ബിൽഡ് ചെയ്തത് റെസ്യൂമിൽ ആഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഗിറ്റ്ഹബിലൊക്കെ അത് ആഡ് ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്ത കാര്യങ്ങൾ കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടിയും കമ്പനീസ് നിങ്ങളെ ഹയർ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റീസ് കൂടുതലുണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ പ്രൊജക്റ്റുകളും എടുത്ത് ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ വീഡിയോസും കുറേ ട്യൂട്ടോറിയൽസും മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാലാണ് എന്തൊക്കെയാണ് നമ്മൾക്ക് അതിൽ വരുന്ന ചലഞ്ചസ് എന്നും ഓരോ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അത് ഓരോ പ്രൊജക്റ്റുകളായിട്ട് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.